ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണി. അതിന് വേണ്ട സാധനങ്ങൾ: 1/2 കിലോ ചെമ്മീൻ, 4 സവോള, 2 തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാം. എണ്ണ നല്ല ചൂടായി. നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നല്ല മൂത്ത് കിട്ടുന്നതിനായി നമുക്കതിലേക്ക് ഒരു നുള്ളു ഉപ്പും പഞ്ചസാരയും ചേർത്ത് വറുക്കാം. സവാളയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചെമ്മീൻ ഷാലോ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് ചേർത്ത് നമുക്കത് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു സൈഡ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിടാം. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കി വന്ന എണ്ണയിൽ 2 സ്പൂണ് നെയ്യ് ചേർക്കാം. അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം. ഇനി നമുക്കത് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മസാല. മസാല ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന ചെമ്മീൻ
മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂടി വയ്ക്കാം. ചെമ്മീനിൽ നിന്നും വെള്ളമൂർന്നിറങ്ങി പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാം. അതിനായിട്ട് 1 സ്പൂൺ നെയ്യൊഴിക്കാം. അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായി അതേ കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ച ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് സോന മസൂരിയാണ്. പകുതി നാരങ്ങ ഒഴിക്കുക. 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുക്കർ മൂടി വെച്ച് 2 വിസിൽ കേൾക്കുമ്പോൾ ചോറ് തയ്യാർ. ഇനി നമുക്ക് മസാലയിലേക്ക് അല്പം മല്ലിയില തൂകി ചോറ് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ബിരിയാണി റെഡി.